പ്രിയപ്പെട്ടവരെ, മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അമ്മയെപ്പറ്റി ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളുടെ പല ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചു. അതിൻ പ്രകാരം വീണ്ടും നിങ്ങളുടെ മുമ്പിൽ അമ്മയെപ്പറ്റി വിശദീകരിക്കുവാനായി ഞങ്ങൾ വരികയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹപൂർവമായ സ്വാഗതം ഞങ്ങൾ നേരുന്നു. നമുക്ക് ഇന്ന് പ്രധാനമായും യേശുവിൻ്റെ ജനനത്തെപ്പറ്റിയും ജനനത്തിന് ശേഷമുള്ള ആ സംഭവങ്ങളെപ്പറ്റിയും അല്പമായി പഠിക്കാം. യേശുവിൻ്റെ ജനനത്തെപ്പറ്റി ലൂക്കാ സുവിശേഷകനും മത്തായി സുവിശേഷകനും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിലെ മേരിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിന് ജന്മം നൽകുവാനായി അവർ ബെത്ലഹേമിലേക്ക് പോകുന്നു. അന്നത്തെ നിയമം അനുസരിച്ച് ബെത്ലഹേമിൽ വെച്ച് ത്യാഗപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ മേരി യേശുവിന് ജന്മം നൽകുന്നു. പിന്നീട് യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു, നിയമം അതുവഴി അനുസരിച്ചുകൊണ്ട്. എപ്രകാരമാണ് യേശുവിനെ അന്വേഷിച്ചിറങ്ങിയ ആട്ടിടയന്മാരും രാജാക്കന്മാരും യേശുവിനെ കണ്ടെത്തിയെന്ന് സുവിശേഷകൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്ന ഇതാണ്: അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അപ്പോൾ മനുഷ്യ അവതാരവുമായി മേരിക്ക് എത്രമാത്രം അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം യേശുവിനെ കണ്ടെത്തുമ്പോൾ നാം മേരിയെയും കണ്ടെത്തുന്നു. മേരിയെ കണ്ടെത്തുമ്പോൾ നാം യേശുവിനെയും കണ്ടെത്തുന്നു. ആ വലിയൊരു സത്യം സുവിശേഷം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. രണ്ടാമത്തെ കാര്യം ഇതാണ്: മേരിയും യേശുപിതാവും നിയമത്തെ അനുഷ്ഠിച്ചുകൊണ്ട് പരിച്ഛേദന കർമ്മം നടത്തുന്നു, യേശുവിനെ സമർപ്പിക്കുന്നു. പരിച്ഛേദന കർമ്മം ഒരു സമർപ്പണത്തിൻ്റെ അടയാളമായിരുന്നു. അതേ സംബന്ധിച്ച് സുവിശേഷത്തിൽ ലൂക്കാ സുവിശേഷകൻ പറയുന്നുണ്ട്. 2-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. ആ ഭാഗം ഒന്ന് വായിക്കാമോ? വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങൾ. ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസം ആയപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിനു മുൻപ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവനു നൽകി. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലി അർപ്പിക്കണം എന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. അച്ഛാ, ഇപ്പോൾ വായിച്ചു കേട്ട വചനഭാഗത്തെ പറ്റി ഒരു സംശയമാണ് ചോദിക്കുന്നത്. യേശുവിനെ പറ്റി പറയുന്നുണ്ട്, മറിയത്തിൻ്റെ മകനായി ജനിച്ച യേശു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ഇമ്മാനുവൽ ആണെന്ന്. അതുപോലെ തന്നെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയെന്ന്. യേശു ദൈവപുത്രനായിരുന്നല്ലോ, പിന്നെ വീണ്ടും ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാ? നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. നാം കാണുന്നുണ്ട് മറിയത്തിൻ്റെ ജീവിതത്തിലും യേശുപിതാവിൻ്റെ ജീവിതത്തിലും അവർ നിയമത്തോട് ഏറ്റവും അധികം വിശ്വസ്തതയുള്ളവരായിരുന്നു. യഹൂദ പാരമ്പര്യത്തെ പൂർണ്ണമായി അനുസരിച്ചവരായിരുന്നു അവർ. അപ്പോൾ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിലും ആ യഹൂദ പാരമ്പര്യവും നിയമങ്ങളും പാലിക്കുവാൻ അവർ ആരംഭം മുതൽ ശ്രദ്ധിച്ചിരുന്നു. സഹോദരി പറഞ്ഞത് ശരിയാണ്. വചനം മാംസമായി പരിശുദ്ധനാണ്. അതും ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, കർത്താവ് നിന്നോടുകൂടി, അവൻ പരിശുദ്ധനായിരിക്കും. പിന്നെ വീണ്ടും എന്തിന് ഒരു വിശദീകരണം? ആ വിശദീകരണം എന്നത് ഇവരുടെ ഒരു നിയമത്തിൻ്റെ അനുസരണമായിരുന്നു. ഇവിടെയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും യേശുപിതാവിൻ്റെയും നിയമത്തോടുള്ള വിശ്വസ്തതയും ദൈവഹിതത്തോടുള്ള അനുസരണവും വിധേയത്വവും നാം കാണുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിയമാവർത്തനം 12-ാം അധ്യായത്തിലാണ് കടിഞ്ഞൂൽ പുത്രന്മാരെ സമർപ്പിക്കുവാനായി ദൈവം ആഹ്വാനം ചെയ്യുന്നത്. 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: നിങ്ങളുടെ ദഹനബലികളും മറ്റ് ബലികളും ദശാംശങ്ങളും
നീരാജനങ്ങളും നേർച്ചകളും സ്വഭീഷ്ട കാഴ്ചകളും ആടുമാടുകളുടെ കടിഞ്ഞൂൽ ഫലങ്ങളും അവിടെ കൊണ്ടുവരണം. നിങ്ങളുടെ സകല പ്രവൃത്തികളിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചതിനാൽ നിങ്ങളും കുടുംബാംഗങ്ങളും അവിടെ വെച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മുമ്പിൽ അവ ഭക്ഷിച്ച് സന്തോഷിക്കണം. അപ്പോൾ വിശുദ്ധീകരിക്കുക അല്ലെ പരിച്ഛേദന കർമ്മം വഴി അത് ചെയ്യുക എന്നത് ഒരു നിയമത്തിൻ്റെ പൂർത്തീകരണം മാത്രമേ ഉള്ളൂ. യേശു തന്നെ പറയുന്നുണ്ടല്ലോ, നിയമത്തെ മാറ്റുവാനല്ല ഞാൻ വന്നിരിക്കുന്നത്, നിയമത്തിൻ്റെ പൂർത്തീകരണത്തിനാണ് വന്നിരിക്കുന്നത്. അത് ഇവർ ആ നിയമത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ യഹൂദ ജനങ്ങളുടെ മുമ്പാകെ സ്വന്തം ജനങ്ങളുടെ മുമ്പാകെ അവർ പൂർണ്ണമായും ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുവാനാണ് ഇവിടെ ഈ കർമ്മത്തിനായി അവർ കൊണ്ടുവരുന്നതും യേശുവിനെ സമർപ്പിക്കുന്നതും. വീണ്ടും നാം കാണുന്ന ഇതാണ് രണ്ടാമത്തെ സംഭവം. ശിമിയോനും അന്നായും യേശുവിനെ കണ്ടുമുട്ടുന്ന രംഗം ജെറുസലേം ദേവാലയത്തിൽ വെച്ച്. അവർ ദൈവത്തിൻ്റെ അവതാരത്തിന് വേണ്ടി, ഇമ്മാനുവേലിന് വേണ്ടി, വരാൻ പോകുന്ന മിശിഹായ്ക്ക് വേണ്ടി വർഷങ്ങളോളം പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും ആ ദേവാലയത്തിൽ കഴിഞ്ഞു കൂടിയവരാണ്. അങ്ങനെ അവർ ആ പ്രാർത്ഥനയുടെ മുഹൂർത്തത്തിൽ യേശുവിനെ എപ്രകാരം കണ്ടെത്തിയെന്നും ലൂക്കാ സുവിശേഷകൻ നമ്മുടെ മുമ്പായി കൊണ്ടുവരുന്നുണ്ട്. അതേ സംബന്ധിച്ച് എങ്ങനെയാണ് എന്തായിരുന്നു ശിമിയോൻ യേശുവിനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ശിമിയോൻ്റെ പ്രതികരണമെന്ന് 28-ാം വാക്യം മുതൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ആ സുവിശേഷ ഭാഗം എടുത്തുനിന്ന് വായിക്കുന്നത്. ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 28 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമിയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഇവിടെ നാം കാണുന്നത് ശിമിയോൻ യേശുവിനെ കൈകളിലേന്തുന്നു, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നു. ആരാണ് യേശു എന്ന് അവിടെ വെളിപ്പെടുത്തപ്പെടുകയാണ്. യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെടുത്തി 4 കവിതകൾ നമുക്ക് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും. ഗദ്യ കവിതകളാണ്. ഒന്നാമത് നാം കാണുന്നത് എലിസബത്ത് ചൊല്ലിയ ആ സ്തോത്രഗീതം. മാതാവ് എലിസബത്തിനെ സന്ദർശിച്ചു. പിന്നീട് ആത്മാവ് നിറഞ്ഞ് എലിസബത്ത് ഒരു സ്തോത്രഗീതം പാടുന്നുണ്ട്. രണ്ടാമത് കാണുന്നത് മറിയം ഒരു സ്തോത്രഗീതം പാടുന്നുണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, ആഹ്ലാദിച്ചുകൊണ്ട്. മൂന്നാമത് കാണുന്നത് സക്രിയായുടെ ഒരു പ്രവചന ഗീതമുണ്ട്. ഇത് നാലാമത് നാം കാണുന്നത് ശിമിയോൻ്റെ ഒരു വിടവാങ്ങൽ ഗീതമാണ്. അതായത് തൻ്റെ ജീവിതം മുഴുവൻ ആഗ്രഹിച്ചിരുന്നു ദൈവത്തിൻ്റെ ആ മിശിഹായെ കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ അപ്രതീക്ഷിതമായ നിമിഷത്തിൽ അപ്രതീക്ഷിതമായ രീതിയിൽ തൻ്റെ കൈകളിൽ ആ കുഞ്ഞ് വന്നപ്പോൾ ആത്മാവ് കൊണ്ട് നിറയപ്പെട്ട് മനസ്സിലായി, ഇതാണ് സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ. ആ കണ്ണുകൾ സംതൃപ്തമാകുകയാണ്. എന്നിട്ടാണ് പാടുന്നത്, അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. യേശു ആരാണെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ നാം അവിടെ കാണുന്നുണ്ട്, ശിമിയോൻ അവൻ്റെ അമ്മയോട് പറയുന്നു. അമ്മയ്ക്കും ഒരു സന്ദേശം കൊടുക്കുവാനുണ്ടായിരുന്നു. അത് വളരെ അപ്രതീക്ഷിതമായ അതിസ്വാഭാവികമായ ഒരു സന്ദേശമാണ് അത് കൊടുക്കുന്നത്. എന്താണത്? അമ്മയോട് പറയുന്നുണ്ട്, അവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് പിന്നീട് നാം മനസ്സിലാക്കുന്നുണ്ട്, അതെല്ലാം പൂർത്തീകരിക്കപ്പെടുകയാണ്. യേശു ഒരു അടയാളമായിരുന്നു, അനേകരുടെ വീഴ്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമായിരുന്നു. അതുപോലെ തന്നെ യേശു ഒരു വിവാദ വിഷയമായിരുന്നു, അന്നും ഇന്നും.
ശിമെയോൻ്റെ പ്രവചനം ഇന്നും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം വാക്യം 34 തൊട്ട് 35 വരെ. ശിമെയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ശിമെയോൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ആദ്യ ഭാഗത്തിൽ മാതാവിനെ ഒത്തിരി ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ ഭാഗത്ത് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഒരേ കോണ്ടെക്സ്റ്റിൽ തന്നെ 2 കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ശിമെയോൻ പറയുന്നത്. എന്താണ് ഇതിൻ്റെ എന്നൊന്ന് വിശദീകരിച്ച് തരാമോ? ശരിയാണ്. ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് ആരായിരിക്കും ഈ ശിശു വളർന്നു വരുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകുന്ന വ്യക്തി. നാം അത് ഇന്നത്തെ ഈ ലോകത്തിൽ നാം അത് കാണുന്നുണ്ട്. കാരണം എന്താണ്? യേശു സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ്. ആ സന്ദേശമാണ് യേശു കൊണ്ടുവരുന്നത്. എന്നാൽ ലോകത്തിൽ നാം കാണുന്നുണ്ട് ഇതിനെതിരായിട്ടുള്ള ശത്രുഗണത്തിൻ്റെ, പൈശാചിക ശക്തിയുടെ, അസമാധാനത്തിൻ്റെ അരൂപി നിറഞ്ഞു നിൽക്കുന്നത്. 2ാമത് പറയുന്നു, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. അതൊരു വലിയ ഭീതിയുടേതായ, ദുഃഖത്തിൻ്റേതായ, വെല്ലുവിളിയുടേതായ ഒരു സന്ദേശമാണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നത്. എപ്രകാരമാണ് മേരി അതിനെ ഉൾക്കൊണ്ടതെന്നും എപ്രകാരമാണ് മേരി അതിനെ മനസ്സിലാക്കിയതെന്നൊന്നും ഇതിനകത്ത് പറയുന്നില്ല. പക്ഷേ പിന്നീടുള്ള ജീവിതത്തിൽ, പരസ്യ ജീവിതത്തെപ്പറ്റി സുവിശേഷകർ കൊണ്ടുവരുമ്പോൾ നാം കാണുന്നുണ്ട് ഈ ഒരു അനുഭവം മേരിയുടെ ജീവിതത്തിലൂടെ മുഴുവൻ കടന്നു പോകുന്നതായിട്ട്. ഒരുപക്ഷെ ഒരു സ്ത്രീ എന്ന നിലയിൽ മേരി ചിന്തിച്ചിരിക്കാം, ദൈവപുത്രനെ ഗർഭം ധരിച്ചത് വഴി, ജന്മം കൊടുത്തത് വഴി തൻ്റെ ജീവിതം അതോടുകൂടി തന്നെ സുരക്ഷിതമാണ് എന്ന്. പക്ഷേ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും കാണിച്ചത് മേരിയുടെ ഹൃദയത്തിലൂടെ വാൾ തുളച്ചു കയറുന്നതായിട്ടാണ്. ഈ സമർപ്പണത്തിന് ശേഷം ഉടനെയാണ് മേരിക്കും മറ്റും ഈജിപ്തിലേക്ക് ഒളിച്ചോടേണ്ട സ്ഥിതി വന്നത്. തീർച്ചയായിട്ടും അവിടെ ബെത്ലഹേമിലും ചുറ്റുമായി കൊല ചെയ്യപ്പെട്ട ഓരോ ശിശുവിൻ്റെ ഹൃദയത്തിലെ വാളും മേരിയുടെ ഹൃദയത്തിൽ കൂടെ കടന്നുപോയ വാളാകാം. അതുപോലെ തന്നെ മേരിയുടെ തിരിച്ചു വന്ന ശേഷമുള്ള ജീവിതത്തെപ്പറ്റി കാണുന്നതും ഒരു തച്ചൻ്റെ ഭാര്യയായി പാവപ്പെട്ടവരായിട്ട് അവർ ജീവിച്ചു. ജീവിതത്തിലൂടെ പല പ്രതിസന്ധികളും അവർ കടന്നുപോയിട്ടുണ്ട്. പരസ്യ ജീവിതത്തിലേക്ക് വരിക, ചിലർ പറയുന്നുണ്ട് മേരിയെ കാനായിൽ വെച്ച് യേശു വിളിച്ചു സ്ത്രീ എന്ന്. അതായിരിക്കാം വാള്. ഇതിന് വിവിധ വ്യാഖ്യാനങ്ങളാണുള്ളത്. അതല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ യേശു പറയുന്നുണ്ട്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു വാളായിട്ട് ചിലർ അതിനെ കാണുന്നു. വീണ്ടും അതിൽ കൂടുതലായിട്ട് യേശുവിന് സംഭവിക്കുന്ന ഓരോ ദുഃഖത്തിൻ്റെയും ഓരോ സംഘടനകളുടെയും ആ നിമിഷങ്ങൾ മേരിയുടെ ഹൃദയത്തിലൂടെ വാൾ തുളച്ചു കയറുകയായിരുന്നു. യേശുവിനെ ഉപേക്ഷിച്ച് പോകുന്ന ശിഷ്യന്മാർ, യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന ശിഷ്യൻ, അവസാനം യേശുവിനെ ഇതാ കുരിശിൽ തറയ്ക്കുന്നു. അമ്മയും ആ കുരിശിൻ ചുവട്ടിലുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ മറ്റൊരു വലിയ വാളേതാണ്? ഇങ്ങനെയാണ് നാം ഇതിൽ നിന്നും കുറച്ച് മനസ്സിലാക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നുണ്ട്, സെൻറ്റ് അഗസ്റ്റിനാണ് കൊണ്ടുവരുന്നത്, വചനമാകുന്ന വാളാണ് മേരിയുടെ ഹൃദയത്തിൽ കൂടെ തുളച്ചു കയറിയത്. ഇപ്പോൾ വാളിനെപ്പറ്റി പറയുമ്പോൾ അവിടെയുമുണ്ട്, ലൂക്കാ സുവിശേഷകൻ പഴയ നിയമത്തിൽ നിന്നും അതിനെ കൊണ്ടുവരുന്നുണ്ട്. അതായത് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ എന്താണ് വാളെന്ന് പറയുന്നുണ്ട്. ദൈവം പറയുന്നു, ഞാൻ ആ ദേശത്തിനെതിരെ വാളയച്ചു, വാൾ ഈ ദേശത്തുകൂടെ കടന്നു പോകട്ടെ എന്ന് പറയുകയും അവിടെയുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്നു ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെയും വാള് അനീതിക്കെതിരായി ദൈവത്തിൻ്റെ ഒരു ഉപകരണമാണ്. സങ്കീർത്തകനും ഈ വാളിനെപ്പറ്റി പറയുന്ന ഇതാണ്, പരമാർത്ഥ ഹൃദയരെ 37-ാം സങ്കീർത്തനം 14, ദുഷ്ടൻ വാളൂരുകയും വില്ലുകൊലിക്കുകയും ചെയ്യുന്നു, ദരിദ്രരെ നിലംപതിപ്പിക്കുവാനും പരമാർത്ഥ ഹൃദയരെ വധിക്കാനും തന്നെ അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കും.
അതായത് അനീതിയെ നശിപ്പിക്കുന്ന ഒന്നാണ് വാൾ. അപ്പോൾ മേരിയെ സംബന്ധിച്ചിടത്തോളം മേരിയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയത് ലോകത്തിൻ്റെ ആ അസമാധാനം, ലോകത്തിൻ്റെ അനീതി, ലോകം തൻ്റെ പുത്രനോട് ചെയ്ത, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദുഷ്കർമ്മങ്ങൾ. ഓരോ വ്യക്തിയും യേശുവിൻ്റെ വഴിയിലൂടെ നിന്നും മാറിപ്പോകുമ്പോൾ അത് മേരിയുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന വാളാണ്. ഇതാണ് ഈ വചനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാൾ അന്നും ഇന്നും മേരിയുടെ ഹൃദയത്തെ ഭേദിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നാം കണ്ടത് ദൈവപുത്രന് ജന്മമേകി വളർത്തി തൻ്റെ ദൗത്യത്തിലേക്ക് ഒരുക്കുവാൻ വേണ്ടി നിയുക്തിയായ പരിശുദ്ധ കന്യാമറിയവും മാർയോസപിതാവും നിയമത്തോട് അതിവിശ്വസ്തരായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ച് ആ കർമ്മം പൂർത്തിയാക്കിയത്. അതുവഴി യേശു ആരാണെന്ന് ശിമയോനിൽ കൂടി നമുക്ക് വെളിവാക്കി കിട്ടുകയും ചെയ്തു. അടുത്ത ദിവസം വീണ്ടും നാം സുവിശേഷത്തിലെ മേരിയെ അന്വേഷിച്ചുള്ള നമ്മുടെ യാത്ര തുടരുന്നതാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ സഹകരിച്ച നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. നമുക്കൊരുമിച്ച് നമ്മുടെ തീർത്ഥയാത്ര മേരിയുടെ ജീവിതത്തെ അന്വേഷിച്ചിട്ടുള്ള സുവിശേഷത്തിലെ മേരിയെ കണ്ടെത്തുവാനുള്ള നമ്മുടെ പരിശ്രമം നമുക്ക് തുടരാം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും നിങ്ങൾ ശാലോം TV-യിലേക്ക് എഴുതുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാംബിക ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.